ഇന്ന് എൻ്റെ കൂടെ കുറച്ച് മസ്തിയാക്കാൻ വേണ്ടിയിട്ട് ഹർഷുവാണ് ജോയിൻ ചെയ്യുന്നത്. പുള്ളിക്കാരി സ്റ്റേജിൽ കയറുക, മൈക്ക് വാങ്ങുക, പാട്ട് പാടുക, ഇതാണ് ഹോബി. കോഴിക്കോട് വേടമുണ്ട്. വേട ഇവിടേക്ക് പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും, വേട ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ അവസാനം ഞാൻ കരഞ്ഞു പിടിച്ച് ഞാൻ നേരെ എന്നുവെച്ചാൽ അവർ സമ്മതിച്ചില്ല. അവരെന്നെ പിടിക്കാൻ കുറച്ച് ദിവസം ഞാൻ ഓടി. അപ്പോൾ കെട്ടിപ്പിടിച്ചപ്പോൾ അവർക്ക് ധൈര്യം തോന്നി. എന്നിട്ട് ഞാൻ കെട്ടിപ്പിടിച്ചു. ഞാൻ ഇങ്ങനെ ആക്കി. എങ്ങനെ? മോഹരാവേ മോഹരാവേ എന്ന് നാളെ പ്രേമലീലെ മോഹരാവേ മോഹരാവേ. ഇപ്പൊ ഭയങ്കര വൈറലാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആണെന്ന് തോന്നുന്നു. പോടാ സംഭവന്താ. ഇത് എങ്ങനെ പഠിച്ചു ലിറിക്സ് ഒക്കെ? എത്ര സമയം എടുക്കും പഠിക്കാൻ? 2-3 മിനിറ്റോ? നടത്തി വാട്ടരുതേ കോലം പോടുന്ന തിങ്കൾ വെട്ടത്തിൽ രാവിലെ എണീറ്റിട്ട് ഞാൻ പല്ല് തേക്കും. ഇടയ്ക്ക് ഞാൻ പല്ല് തേക്കാതെ പോയിട്ട് കളിച്ചിട്ട് കുറച്ച് നേരം കളിക്കും ഞാൻ. എന്നിട്ട് ഞാൻ വന്ന് പല്ല് തേച്ചിട്ട് ഞാൻ ഒന്നെങ്കിൽ മേളിൽ കഴുകും, അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ കുറച്ച് വിക്രാസ് പണികളൊക്കെ ഒപ്പിച്ചിട്ട് എന്താ വിളിക്കണ്ടേ? എല്ലാരും എന്താ വിളിക്കാം? ഹർഷു എന്ന് വിളിക്കും. എല്ലാവരും ഹർഷു എന്ന് വിളിച്ചാ മതിയോ? എന്താണ് വിളിക്കാൻ തോന്നുന്നത്? സിത്താര ചേച്ചി, സിത്തുമണി അങ്ങനെയാണ് വിളിക്കാം. അപ്പോൾ ആ ചേച്ചിയുടെ പരിപാടിക്ക് ഞാൻ ഓടി കയറിയപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാർ എന്നെ എന്ന് വെച്ചാൽ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. അപ്പൊ സിത്താര ചേച്ചി ഇത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞ് ഒരു കുഴപ്പമില്ല മോളെ, നീ കയറി വേണം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ കുറച്ച് മസ്തിയാക്കാൻ വേണ്ടിയിട്ട് ഹർഷുവാണ് ജോയിൻ ചെയ്യുന്നത്. ഓൾറെഡി എല്ലാവരും അറിഞ്ഞു കാണും. പുള്ളിക്കാരി സ്റ്റേജിൽ കയറുക, മൈക്ക് വാങ്ങുക, പാട്ട് പാടുക, ഇതാണ് ഹോബി. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. വെൽക്കം. താങ്ക് യു. ഓക്കെ, ജിമ്മിലൊക്കെ പോയി ഭയങ്കര വർക്കൗട്ട് സെഷനൊക്കെ കഴിഞ്ഞ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വന്നിരിക്കുകയാണല്ലേ? ആ, ഞാൻ വിശ്വസിച്ചു. കണ്ടപ്പോൾ തന്നെ ഞാൻ വിശ്വസിച്ചു. അതാണ് എൻ്റെ എത്ര നാളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്? ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്താ വർക്കൗട്ട് ചെയ്യാത്തേ? ഞാൻ മടിയാണോ? ആരോഗ്യമൊക്കെ നോക്കണ്ടേ? സമയം കിട്ടില്ല. എന്താ ഇത്ര ബിസി? അമ്മയെ നോക്കാൻ പാടില്ല? അങ്ങനെയൊന്നുമില്ല. പറ, നേരത്തെ പറഞ്ഞല്ലോ എന്താ രാവിലെ എനിക്കും. ഞാൻ രാവിലെ എണീറ്റിട്ട് ഞാൻ പല്ല് തേക്കും. ഇടയ്ക്ക് ഞാൻ പല്ല് തേക്കാതെ പോയിട്ട് കളിച്ചിട്ട് കുറച്ച് നേരം കളിക്കും ഞാൻ. എന്നിട്ട് ഞാൻ വന്ന് പല്ല് തേച്ചിട്ട് ഞാൻ ഒന്നെങ്കിൽ മേളിൽ കഴുകും, അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ കുറച്ച് വിക്രാസ് പണികളൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ഡാഡി അല്ലെങ്കിൽ എൻ്റെ മമ്മി വിളിക്കാൻ വന്നതിന് ശേഷം ഞാൻ നേരെ എൻ്റെ അമ്മയുടെ കമ്പനിയിലേക്ക് പോകും. അത് പറയാൻ വന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരു കമ്പനി ഉണ്ട്. ആണോ? ചപ്പാത്തി, ഭൂരി, ഭട്ടൂര. കമ്പനിയുടെ പ്രൊമോഷൻ ഒന്നേക്കാ? അല്ലല്ല. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് വീണ്ടും അവിടുന്ന് കുറച്ച് വിക്രസൊക്കെ ഒപ്പിച്ചിട്ട് ആ ഓഫീസിലിരുന്ന് ഇങ്ങനെ വിക്രസൊക്കെ ഒപ്പിക്കും. അപ്പം അങ്ങനെ ഞാൻ അടുത്ത ദിവസം വെച്ചാൽ അതുവരെ ഞാൻ ഇങ്ങനെ വിക്രസ് ഒപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കും. ചോറ് കഴിച്ച് ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. തറവാട്ടിലേക്ക് പോയിട്ട് ഞാൻ കുറച്ച് നേരം അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കളിക്കും. കളിച്ചിട്ട് വീട്ടിലേക്ക് വരും.
തിന്നും ഉറങ്ങും. അത്രേ ഉള്ളൂ. ഇതന്നെ വെറുതെ ഇരിക്കുക തിന്നുറങ്ങും. അപ്പൊ സ്കൂളിൽ എപ്പോഴാ പോവാ? അത് ഇതിപ്പോ ഞാൻ സ്കൂളിൽ സൺഡേ സാറ്റർഡേ ഇതാണ് ഞാൻ പറഞ്ഞത്. ആ സ്കൂളുള്ളപ്പോൾ ഞാൻ രാവിലെ എണീക്കും, പല്ല് തേക്കും, മേലേക്കും അല്ലെങ്കിൽ കുളിക്കും, എന്നിട്ട് സ്കൂളിൽ പോകും. ഫുഡ് കഴിക്കും, സ്കൂളിൽ പോകും, റെഡി ആയിട്ട് സ്കൂളിൽ പോയിട്ട് പഠിക്കും. എന്നിട്ട് പഠിക്കും. ശരിക്കോ? ഇല്ല, ഞാൻ പഠിക്കാറില്ല. എനിക്ക് അപ്പോഴേ തോന്നി. എന്നിട്ട് ഞാൻ പോയിട്ട് കണ്ടോ പഠിക്കണ കാര്യം പറഞ്ഞപ്പോ കംപ്ലീറ്റ് ഔട്ട്. അല്ല, ഞാൻ പഠിക്കില്ലേ അമ്മ, ഞാൻ പഠിക്കില്ലേ, ഞാൻ പഠിക്കും. ഗംഗേ അടങ്ങ പറ. ഞാൻ പഠിക്കൊക്കെ ഞാൻ പഠിച്ചിട്ട് വീട്ടിൽ പോകും. എന്നിട്ട് എന്താ? ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5. 5. എത്ര മാർക്ക് ഉണ്ടാവും എക്സാമിനൊക്കെ? മാർക്ക് അത്യാവശ്യമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്താ പറയാ, മാർക്ക് ഉണ്ടാവും. അവിടെ മാർക്ക് ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ ഭയങ്കര വൈറലാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ. ആണെന്ന് തോന്നുന്നു. ഭയങ്കര വലിയ സിംഗറാണോ? എത്ര നാളായി ഇതൊക്കെ തുടങ്ങിട്ടോ? ഞാൻ 2-3 വർഷമായി. 2-3 വർഷമായോ? പഠിക്കുന്നുണ്ടോ പാട്ട്? ഇല്ല. ഇല്ല. ഡാൻസ് ഞാൻ പഠിച്ചിരുന്നു. ഇപ്പൊ ഞാൻ വെച്ചാൽ എനിക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ നേരെ വൈകിട്ടല്ലേ, വേറെ ജില്ലകളിലേക്കൊക്കെ പ്രോഗ്രാമിന് ഞാൻ പോകും. എന്നിട്ട് ഞാൻ വന്നിട്ട് അപ്പോൾ ഒരു 2-12 മണി ഒക്കെ ആവും. അപ്പോൾ ഞാൻ കിടന്നിട്ട് ഉറങ്ങാൻ എന്നുവെച്ചാൽ നേരെ വൈകും. സൺഡേ സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ അപ്പോൾ എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ അങ്ങനെ പോകാൻ പറ്റില്ല, റെഗുലറായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ മിസ്സാവും. ഭയങ്കര അടിപൊളി ഡ്രസ്സൊക്കെയാണല്ലോ ഇട്ടിട്ട് വന്നിരിക്കുന്നത്. ആണല്ലേ? വേറെ ഏതൊരു ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞു ബാഗില്? അത് ഞാൻ വരുമ്പോ 2 ഡ്രസ്സ് വാങ്ങി. എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ടത് ഒരു റെഡ് ഡ്രസ്സാണ്, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. സോ എൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ഇതിട്ടു. അമ്മേനാണോ ഏറ്റവും ഇഷ്ടം? അതെ. അമ്മയുടെ നടി കിട്ടാറുണ്ടോ? നല്ല കുട്ടിയാ? മറ്റേ വിഗ്രാസ് പരിപാടീസ് ഒക്കെ കാണിക്കുമെന്ന് പറഞ്ഞു. എന്നെ അടിക്കില്ല. ഇല്ല? ചീത്ത അറിയുള്ളോ? ചീത്ത പറയുന്നില്ല. ഞാൻ പേടിക്കാൻ അമ്മ എന്താ ചെയ്യാറിയോ? നോക്കിയാ മതി, അപ്പേക്ക് ഞാൻ പേടിച്ചോളൂ. കണ്ടായിരുന്നോ? ആണോ? അങ്ങനെ നോക്കിയാൽ തന്നെ പേടിക്കല്ലേ? എന്തിനാ അങ്ങനെ നോക്കുന്നേ? എന്താ ചെയ്യുന്നത് അതിന് മാത്രം? ഞാൻ കുരുത്തക്കേട് ഒപ്പിക്കാം. എന്താ ഒപ്പിക്കാം? ഒരു കുരുത്തക്കേട് പറ. ഞാൻ പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എന്തും പറയാം. എന്ത് പറയാം? എൻ്റെ അമ്മയുടെ ഓഫീസ് ഞാൻ എൻ്റെ കലാവിരുതിൻ്റെ ഒരു സ്ഥലമാക്കി മാറ്റും. എന്ത് ചെയ്തു? ഞാൻ ഇങ്ങനെ പേപ്പറൊക്കെ കട്ട് ചെയ്ത് കുറച്ചിങ്ങനെ വെറ്റി നുറുക്കിയിടും. അപ്പോൾ എൻ്റെ അമ്മ ദേഷ്യം പിടിക്കും. അപ്പോൾ എൻ്റെ അമ്മ ഇതൊക്കെ ഞാൻ തോട്ടി കൊണ്ടിടും. അപ്പോൾ ഞാൻ സാധാരണ ദിവസം ഞാൻ എടുത്ത് വെക്കും, പിന്നെ ഇടയ്ക്ക് മടിയാവും ഞാൻ എടുത്തേക്ക്. അങ്ങനെ. അപ്പൊ അമ്മ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഇട്ടേക്കുന്നേ? എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു, പക്ഷെ മാലയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. വേറെന്താ മാലല്ലേ? പ്രേതമുള്ളതുകൊണ്ടാണോ കുരിശിട്ടിട്ട് വന്നേക്കുന്നത്? പിന്നെ ചേച്ചിയല്ലേ പറഞ്ഞ ഞാൻ യക്ഷിയാണ്? ഞാൻ യക്ഷിയാ. എനിക്ക് പല്ലുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പുറത്തു വരല്ലേ? ഞങ്ങൾക്കൊന്നും പല്ലില്ല. എനിക്ക് അതുണ്ടല്ലോ. അതെ, അതാ ഞാൻ പറഞ്ഞേ. ഒരു തമാശ മനസ്സിലാക്കാൻ. തമാശയായിരുന്നോ? പറയണ്ടേ? ഒന്നും കൂടെ പറയാൻ ചിരിക്കാം. പറ. പറ. ഇല്ല, കട്ട്. പറ. പറടാ. മാലയുടെ കഥ എന്താ? മാലയുടെ കഥ എന്താന്ന് വെച്ചാൽ എനിക്ക് LSS സ്കോളർഷിപ്പ് കിട്ടി. അപ്പോൾ എൻ്റെ അമ്മ അടുത്ത് ചോദിച്ചു, അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹങ്ങളുണ്ട്? ഞാൻ പറഞ്ഞു എനിക്ക് വേടനെ കാണണം. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു. അപ്പോൾ അടുത്ത ഒരു പ്രോഗ്രാം പാലക്കാടായിരുന്നു. മലപ്പുറത്തുനിന്ന് ഞങ്ങൾ പാലക്കാട് പോയി വേടനെ കണ്ടു എന്ന് ഞാൻ പറയില്ല. കണ്ടില്ല. കാരണം ഞാൻ അടുത്ത
കണ്ടു, പക്ഷെ എനിക്ക് നേരിട്ട് അങ്ങനെ കാണാൻ പറ്റില്ല, അടുത്തൊന്നും കാണാൻ പറ്റില്ല. ഇങ്ങനെ ഞാൻ കരഞ്ഞ് പിടിച്ച് സീനാക്കി. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. പിന്നെ അടുത്ത പ്രോഗ്രാമായി. അപ്പോൾ എനിക്ക് അതിന് പോകണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. അതാണ് കോഴിക്കോട് ലുലു മാളിൽ വേടം വന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ സ്റ്റേജ് ഹൈറ്റ് ഉണ്ടാവുമല്ലോ, ഞാൻ ചെറുതല്ലേ. അപ്പോൾ വേടൻ്റെ കാലം എനിക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ വേട ഇവിടേക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടും, വേട ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടും, അങ്ങോട്ട് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ഓടും. മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോൾ അവസാനം ഞാൻ കരഞ്ഞ് പിടിച്ച് ഞാൻ നേരെ, എന്നുവെച്ചാൽ അവർ സമ്മതിച്ചില്ല, ഡെഫൻഡേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ സമ്മതിച്ചില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒന്നും നോക്കിയില്ല. അപ്പോൾ ഇല്ലേ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, ആ അങ്കിളിനോട് ഇങ്ങനെ കാട്ടി കയറിക്കോന്ന് പറഞ്ഞു. ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ അടുത്ത് കയറി. വെച്ചാൽ അവരെന്നെ പിടിക്കാൻ നോക്കിയ വശം ഞാൻ ഓടി. അപ്പോൾ കെട്ടിപ്പിടിച്ചപ്പോൾ അവർക്ക് ദയ തോന്നി. എന്നിട്ട് ഞാൻ ഞാൻ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആക്കി. എങ്ങനെ? ഇങ്ങനെ എനിക്ക് നാണം വന്നു. എന്നിട്ട് അങ്ങനെ ആക്കി. എന്നിട്ട് വേടൻ എന്തിനാ കരയണേ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പാലക്കാടിക്ക് വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല, പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ കണ്ട് വേടനെയൊക്കെ കണ്ടിട്ട് എന്നിട്ട് വേടൻ ഇത് നോക്കി, നല്ല മാലയാണല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ പോയി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, വേടനെ കണ്ട വീഡിയോ. ഞാൻ ഉമ്മ കൂടി കൊടുത്തേ. ഈ പാട്ട് പാടിയായിരുന്നോ എന്നിട്ട് അവിടെ? പാട്ട് പാടിയോ? പാട്ട് പാടാൻ ടൈമില്ല, പക്ഷെ ഞാൻ സ്റ്റേജിന്റെ ഔട്ട് സൈഡിൽ നിന്ന് പാടി. എന്നിട്ട് അങ്ങനെ ആൾക്കാരൊക്കെ കൂട്ടി. എന്നൊരു പാട്ട് പാടുക വേടന് വേണ്ടിയിട്ട് കേൾക്കട്ടെ. ഫസ്റ്റ് അത് തന്നെ ആവാം നമുക്ക്. കള്ളിക്കാട്ടിലെ മുള്ളിച്ചെടി പോലെ ഒരുത്തി കണ്ണാടി നെഞ്ചിലെ കണ്ണ് വിള പോലെ ഒരുത്തി മുന്തിരി കണ്ണ് കണ്ടുകൊണ്ടെന്നെ മയക്കി എണ്ണ കറുമ്പിയേ നിന്റെ കണ്ണി കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ. ഇത് രണ്ടാം പിറവിയേ എണ്ണ കറുമ്പിയേ നിന്റെ കണ്ണി കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ. ഇത് രണ്ടാം പിറവിയേ. ആ കുപ്പത്തൊട്ടിലെ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നലു കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ, കത്തിലും സൂര്യനെ കുത്തുപോലെ തൊട്ട് നിന്നെ പട്ടുപോലത്തെ വിരല് തൊട്ടാൽ പാറക്കല്ലും തൊട്ട് നിന്നെ ബാങ്കോക്ക് വരച്ചതോ, മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ, സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ, സോവിയറ്റ് യൂണിയൻ മുന്നിൽ വിപ്ലവം പിറന്നതോ. നിന്റെ പേര് കവിതയോ, ഒരു രാത്രി ഉറക്കം പെടുത്താനായിരുന്നു ഈ മാടൻ വെറുതയോ, നിന്നെ കനവ് കാണാ രാത്രിയല്ല വീണ വെറുതയോ, മുന്നിൽ ചാരമായി കിടന്നു നിന്നിൽ വീനീസ് പറവയോ കറപ്പുറാണി പേരാൽ എന്നെ തലക്കലടിച്ച ആണി, നിന്നെ കണ്ടുപെട്ടത് വീണി അതിൽ ഞാനീ, അരികിൽ വാങ്ങി സകല മധുരം എനിക്ക് താന്നി, സ്വർഗവാതിൽ നേണി എന്റെ ദാഹം തീർക്കും പാനി, എന്റെ മോഹം തീർക്കുമോ നീ, മോഹലാവേ എന്ന് നാളെ പ്രേമലീലേ, മോഹലാവേ എന്റെ നാളെ പ്രേമലീലേ. കൊള്ളാം. ഇത് എങ്ങനെ പഠിച്ചു ലിറിക്സ് ഒക്കെ? എത്ര സമയം എടുക്കും പഠിക്കാൻ? 2-3 മിനിറ്റോ? 2-3 മിനിറ്റ് പഠിക്കും? ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ചോദിക്കും. ഞാൻ ഒരു പാട്ടിൻ്റെ ഒരു 2 വരി പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഞാനത് ചോദിക്കും, ഈ പാട്ട് രസമുണ്ടോ? അപ്പം അമ്മ രസമുണ്ട് പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചിട്ട് അമ്മക്ക് വെറുതെ അങ്ങനെ. അപ്പം അമ്മ പറയുന്ന പാട്ടാണോ പാടുന്നത്? അമ്മ പറയുന്ന പാട്ടുകളാണോ സെലക്ട് ചെയ്യുക? അല്ല, എന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അമ്മ പറയും ഇതിൻ്റെ സൗണ്ടിന് മാച്ച് ഉണ്ടെങ്കിൽ അമ്മ എന്നോട് പറയും. അപ്പോൾ ഞാൻ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പഠിക്കും, മാറ്റും. എന്താ വേടനെ ഇഷ്ടപ്പെടാൻ ഇത്ര കാരണം എന്താ? വേടൻ്റെ ഒരു പാട്ടും പിന്നെ ആ ഒരു സ്റ്റൈലും ഒക്കെ സീനല്ലേ, അതാണ് ഇഷ്ടം. ഏറ്റവും ഫസ്റ്റ് വേടനെ ഇഷ്ടപ്പെടാൻ ആ പാട്ട് ഏതായിരുന്നു? ഏത് പാട്ട് കേട്ടപ്പോഴാണ് ഇഷ്ടം തോന്നി? കടലമ്മ. ആ പാട്ട് കേട്ടപ്പോഴ? എന്നിട്ട് എന്താ മോണലോവ് പാടി? അല്ല, കടലമ്മ കഴിഞ്ഞിട്ടല്ലേ മോണലോവ് ആയത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കടലമ്മ, പിന്നെ അതിനുശേഷം മോണലോവ്. എന്താ അപ്പോൾ വേടനെ കണ്ടപ്പോൾ സന്തോഷം സങ്കടമൊക്കെ വന്നത്? സന്തോഷം വന്നത് ഓക്കെ, സങ്കടം വന്നത് എന്തിനാ? അത് ഒരു ഭാഗ്യല്ലേ.
അത് എന്ന് വെച്ചാൽ സന്തോഷക്കണ്ണീര്. മനസ്സിലായോ? അതായത് ഒരുപാട് നാൾ കാണാൻ ആഗ്രഹിച്ചിട്ട്. ആ അതെ അതെ. പിന്നെ കണ്ടായിരുന്നോ വേടനെ? പിന്നെ ഞാൻ എന്താണ് ഗോവിന്ദമാൾ അങ്ങനെ എന്തോ ഒരു പേരാണ് ആ മാള്, കോഴിക്കോടത്തെ. അപ്പോൾ അവിടെ വെച്ചിട്ട് നൈറ്റ് റൈഡേഴ്സ് ഒരു പടം ഉണ്ടല്ലോ, അതിൻ്റെ എന്താ പ്രൊമോഷൻ എന്തോ ആയിട്ട് അങ്ങോട്ട് അവർ ആ ടീം വന്നിരുന്നു. അപ്പോൾ വേടൻ്റെയും പിന്നെ ഒരു ചേച്ചി, എനിക്ക് അറിയുന്ന ചേച്ചിയാണ്, പാട്ടുകാരി പറഞ്ഞിട്ട് ഒരു കാർത്തിക, നല്ല 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 സ്വഭാവം, നല്ല പിന്നെ ഇങ്ങനെ ചുച്ചുടു ഇങ്ങനെ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിനെ. അപ്പോൾ ആ ചേച്ചി വേടൻ്റെ കൂടെ പാടിയത്. അപ്പോൾ വേടനോട് ഞാൻ എൻ്റെ മാല കാണിച്ച് ചോദിച്ചു, ഇതാണ് വേടനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്നെ ഓർമ്മ ഉണ്ടോ ചോദിച്ചു. പറഞ്ഞു വേടൻ ഓർമ്മ ഉണ്ട്. എന്നിട്ട് ഞാൻ നേരെ അന്ന് ഗബ്രി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ സ്റ്റേജ് കയറി 2 ഡാൻസ് ഒക്കെ കളിച്ചു. മറ്റേ കല്ലമാനെ ആ പാട്ട് കളിച്ചു. ഏതാ? മറ്റേ കല്ലമാനെ. ഓക്കെ. നമുക്ക് ആ ഡാൻസ് ഒന്ന് കണ്ടാലോ? ആ വീഡിയോ ഉണ്ടോ? വീഡിയോ ഇല്ല, കളിക്കില്ലേ? ഞാൻ സ്പോർട്ട് കൊറിയ ഞങ്ങൾ പാട്ടിട്ട് തരും. സ്പോർട്ട് കൊറിയ ചെയ്താൽ മതി. സ്പോർട്ട് കൊറിയ ചെയ്യും. അതുകൊണ്ട് എനിക്ക് അന്ന് ഞാൻ ചെയ്ത സ്റ്റെപ്പ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. വേണ്ട, പുതിയത് ചെയ്യാം, ഫ്രഷ് ആയിട്ട്. നമുക്കെല്ലാം ഒന്നും തുടങ്ങാം. ഓക്കെ. സ്മൈലേ ഡ്രീമേ തിടുക്കം കാട്ടരുതേ, റോങ് വേ നടത്തി വാട്ടരുതേ, ബട്ടർഫ്ലൈസ് കീഴ്വയറ്റിൽ പറന്നരാഗോലം പോടുന്ന തിങ്കൾ വെട്ടത്തിൽ എന്ത് രസമായിട്ട് കളിക്കണേ. താങ്ക് യു. ഇത് ഡാൻസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഈ പാട്ട് തന്നെ കളിക്കാനുള്ള റീസൺ അവിടെ കളിച്ചോണ്ടോ? കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. സൂപ്പർ. ഓക്കെ, ഞാൻ വേറൊരു വീഡിയോ കാണിച്ചിട്ട്. ഈ നാഗപ്പാട്ടല്ലേ ഇനി പറയാ? അതും അറിയും? അതൊക്കെ എവിടെ നിന്നാ പഠിച്ചേ? അത് ഒരു ഏഞ്ചൽ ജോഷി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഒരു സെലിബ്രിറ്റി ചേച്ചിയാണ്. ആ ചേച്ചിക്ക് കൂടുതലായിട്ടും ഈ നാഗപ്പാട്ട് പാടും. അപ്പൊ ഈ ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിന്റെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എടുത്തു നോക്കിയത് ജസ്റ്റ് അക്കൗണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ആവണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ പഠിച്ചു. അതൊന്ന് 2 വരി പാടാവോ? ഫസ്റ്റ് മുതൽ പാടണോ അതോ എങ്ങനെയാന്ന് വെച്ചാൽ പഠിക്കും. ഏതാ രസം ഉണ്ടാവാ? ആദ്യം മുതൽ പാടണം. ശരി, പാടണോ? പാടണം. 1 2 3 സ്റ്റാർട്ട്. ഓ അരിയേ അഞ്ജനമണി നാഗേ പഠിച്ചതൊക്കെ വണങ്ങേണം ശ്രീ മഹാഗണപതി പോലരിയേ. ഇത് പിള്ളേർ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 1 2 3 സ്റ്റാർട്ട്. അഷ്ടാനാഗങ്ങളാനന്ദാനു ശരണു ശംഖുപാലകന്മാർ പത്മബാണൻ ഭൂമിയെ ചുറ്റി കേടക്കാണ വാസുകി പത്മബാണൻ ശംഭോ കാക്കോടകൻ ഇളകന്റെ പൊന്നും നാഗെ ഓ ദൈതകഥ അടിയാടി നാഗം വന്ന് ചുറ്റിയാട് മുടിയാലേ നാഗം വന്ന് ചുറ്റിയാട് ഓ ദൈതകഥ പൊന്നും പൂക്കുല താരി പൊഴിയാൻ ചുറ്റിയാട് ഇങ്ങനെയുള്ളൊരു നഗരാജകന്മാർ
പൂവോടു പൂക്കൂപം പത്മാണിക്കേ ആദ്യമായുള്ളൊരു വിഷകാർമി വന്ന് സംഗമായി പന്തൽ പണി തുടങ്ങി. ഇളകന്റെ പൊന്നും നാകെ ഓ തൈത കഥ അടിയാടി നാദം വന്ന് ചുറ്റിയാട്. പൊന്നും നാകെ മണിനാകെ ശങ്കും നാകെ ഓ തൈത കഥ അടിയാടി നാദം വന്ന് ചുറ്റിയാട്. ഒരു അമ്പലത്തിലേക്ക് ഇരുന്ന ഫീല്. ഈ എല്ലാ ടൈപ്പ് സോങ്സ് പഠിച്ച് അറിയാലേ? അങ്ങനെ വെച്ചാൽ ഒരുവിധം അറിയാം. ഈ നാഗപാട്ടൊക്കെ എവിടെയെങ്കിലും വേറെ പാടിയിട്ടുണ്ടോ അമ്പലത്തിലൊക്കെ? അങ്ങനെ ഞാൻ എൻ്റെ പുള്ളോന്മാരില്ലേ അവരാണ് ഇത് പാടുക. അപ്പോൾ അമ്മ അന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരടുത്ത് ചോദിച്ച് ഒരു പുള്ളോർക്കൂടെ തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് അവരൊരു അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേറെ ആൾക്കാരുടെ അടുത്ത് നമുക്ക് വാങ്ങാം. പക്ഷേ അങ്ങനെ വാങ്ങാൻ പറ്റില്ല, കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ കുറേ സ്റ്റേജിലൊക്കെ പോകുന്നുണ്ട്, അവരുടെ അടുത്ത് നിന്ന് മൈക്ക് വാങ്ങുന്നുണ്ട്. സ്റ്റേജ് നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവില്ലേ? കുറേ ഓഡിയൻസിന്റെ മുമ്പിൽ ആ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ നമ്മളായിരിക്കുമല്ലോ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ എങ്ങനെ അത്രയും കോൺഫിഡൻസ് കിട്ടുന്നത്? എനിക്കങ്ങനെ ടെൻഷൻ ഇടാറില്ല. എവിടെ നിന്ന് അത്രയും കോൺഫിഡൻസ്? കാരണം ഞാൻ കുറേ കമൻസ് കണ്ടു, ഈ കൊച്ചിൻ്റെ കോൺഫിഡൻസ് ഉണ്ട്, അതിൻ്റെ ഒരു 10% ഉണ്ടായിരുന്നെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്കങ്ങനെ പേടി, അങ്ങനെ സ്റ്റേജ് ഫിയർ ഇട്ടില്ല. അപ്പോൾ നമുക്കങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ആദ്യമായിട്ടപ്പം ഇതുപോലെ സ്റ്റേജിൽ കയറിയത് ആരുടെ കൂടെ ആയിരുന്നു? എപ്പോഴായിരുന്നു എന്നുവെച്ചാൽ ആ വീഡിയോ വൈറലായത് വേടൻ്റെ ഒപ്പം. ഫസ്റ്റ് എൻ്റെ വീഡിയോ വൈറലായത് വേടൻ്റെ ഒപ്പം. കയറിയത് ആരുടെ കൂടെ? വേടൻ്റെ കൂടെ ആദ്യമായിട്ട്. അതിനുശേഷം ഒരുപാട് ആൾക്കാരുടെ കൂടെ പാടിയല്ലേ സ്റ്റേജിൽ? അപ്പോൾ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ എങ്ങനെയാ, ഓട്ടോമാറ്റിക്കലി കയറുന്നതാണോ അല്ലെങ്കിൽ ഓൾറെഡി പറയോ? അങ്ങനെ നമുക്കങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരെയും കിട്ടത്തില്ല. ഇവൻ്റെ ശബ്ദം മാറിയോ? ചെറുതായിട്ട് മാറിയില്ലേ? അപ്പോൾ നമ്മളങ്ങനെ ഞാൻ എന്താ ചോദിച്ചാൽ എൻ്റെ ഏട്ടന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാത്ത ആളാകും ചിലപ്പോൾ. ഞാൻ ചോദിക്കുന്നു ഇവിടെ കയറ്റി വെച്ചിരിക്കും. അങ്ങനെ ഞാൻ കരഞ്ഞ് പിഴിച്ച് എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും ഞാൻ കരയില്ല, പക്ഷെ എനിക്ക് ഫീലായി ഞാൻ കരയും. അപ്പോൾ ഞാൻ ചോദിച്ച് എങ്ങനെയാലും സെറ്റാക്കണം. സെറ്റാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഓടും സ്റ്റേജിക്ക് കയറിയിട്ട് ഞാൻ പരിപാടി. എന്തിനപ്പോൾ ഫീൽ ആവുന്ന കരയാൻ? നമുക്ക് ഇഷ്ടപ്പെട്ടവരെ എന്ന് വെച്ചാൽ ഇഷ്ടമായവരല്ലേ നമ്മൾ പരിപാടി കാണാൻ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര ചോദിച്ചിട്ടും എന്ന് വെച്ചാൽ അവർക്ക് പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഫീലാവും. അങ്ങനെ കരഞ്ഞത് ആരുടെ സ്റ്റേജിലായിരുന്നു? വേടൻ്റെ ഫസ്റ്റില്. പിന്നെ കരഞ്ഞായിരുന്നു? പിന്നെ കുറേ കരഞ്ഞിട്ടുണ്ട്. ആരുടെ ലാസ്റ്റ് ആരുടെ കരഞ്ഞത് പറ? ലാസ്റ്റ് ഞാൻ കരയില്ല, ഇങ്ങനെ വിഷമായി. സിത്താര കൃഷ്ണകുമാറിൻ്റെ അതാണ് എൻ്റെ ലാസ്റ്റ് വൈറലായ വീഡിയോ. അപ്പോൾ സിത്താര ചേച്ചി സിത്തുമണി അങ്ങനെ വിളിക്കാം. അപ്പോൾ ആ ചേച്ചിയുടെ പരിപാടിക്ക് ഞാൻ ഓടി കയറിയപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാർ എന്നെ എന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ മുമ്പിൽ എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. അപ്പോൾ സിത്താര ചേച്ചി ഇത് കണ്ടിട്ട് എന്നെ പറഞ്ഞ് ഒരു കുഴപ്പമില്ല മോളെ നീ കയറി പോയി പറഞ്ഞു. അപ്പോഴാണ് നമുക്കൊരു സ്പെഷ്യൽ കോൺഫിഡൻസ് കയറി. അപ്പോൾ ഞാൻ പൊളിച്ചടക്കി. കോഴിക്കോടായിരുന്നോ അത്? കോഴിക്കോടല്ല, പാലക്കാട്. ഓക്കെ. ഞങ്ങൾ എടപ്പാളിന്ന് കുറച്ച് ദൂരമുള്ളൂ, പിന്നെ ചേടവഴിയൊക്കെ ഉണ്ടാവും. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതിന്റെ ക്യാപ്ഷൻ നോക്കി, സിത്തുമണി വേഴ്സസ് ചാലിശ്ശേരിയുടെ മുത്തുമണി. ചാലിശ്ശേരിയിലെ വീട്? അല്ലല്ല, എടപ്പാൾ. ഓക്കെ. ഇപ്പോൾ സിത്താര ചേച്ചിനെ വരെ ഇതുപോലെ ഡാൻസ് കളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു വൈബായിരിക്കില്ലേ? ആ പാട്ടൊന്ന് പാടും. ഇതിൽ പാടും. അത് സിത്താര ചേച്ചി പാടാം. എനിക്ക് അത്ര പാടാൻ അറിയാൻ വെറുതെ അറിയുന്ന പാടിയാൽ മതി. എനിക്ക് ഇങ്ങനെ അതിന്റെ വരികളൊന്നും അറിയില്ല.
ഓക്കെ. ஏறாராராவம்மா அனசுட்டு போடா சம்பாவந்தா அடி 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 എനിക്ക് വിട്ടാമൊന്നല്ലേ നന്നാ തന്നെ മനസ്സിലായോ അടി 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 എനിക്ക് വിട്ടാമൊന്നല്ലേ നന്നാ നന്നാ മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായി, എല്ലാം മനസ്സിലായി. അന്നപ്പോ ഇതിന്റെ ലിറിക്സ് പഠിക്കാഞ്ഞ്? അത് എന്ന് വെച്ചാല് ഞാൻ അങ്ങനെ എനിക്ക് എന്ന് വെച്ചാൽ ചില പാട്ടല്ലേ നമ്മള് കൂടുതൽ ഇതാവുള്ളൂ. ഞാനിത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്, പക്ഷെ എനിക്ക് അതങ്ങനെ ഓർമ്മയില്ല. ഈ മൈക്ക് വാങ്ങി പാടുമ്പോഴേ ആദ്യമായിട്ട് മൈക്ക് വാങ്ങി പാടി 2-3 വട്ടം പാടുമ്പോൾ സെറ്റായി, പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ മനഃപൂർവ്വം സ്റ്റേജിൽ കയറണം, ഞാൻ മൈക്ക് വാങ്ങിക്കണം, അതിങ്ങനെ പ്ലാൻ ചെയ്തിട്ടാ പോവാ? അല്ലല്ല, എന്നുവെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നും പൊളിയായിരിക്കും. എന്ന് വെച്ചാൽ നമ്മള് കേറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളിയല്ലേ എന്നുവെച്ചാല് മനസ്സിലായോ? ഞാൻ മനസ്സിലായി. കേറച്ചൊരു ഭാഗ്യല്ലേ. അപ്പോൾ എന്ന് വെച്ചാല് നമുക്ക് ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആ ആളെടുത്ത് നമുക്ക് കുറച്ച് എന്നുവെച്ചാൽ ആ അടുപ്പ് നമുക്ക് കിട്ടുമല്ലോ, നമുക്ക് അവരെങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ കണ്ടാവില്ല. അത് മനസ്സിലായോ എങ്ങനെയാന്ന്? ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാവരും പോവാ. എല്ലാവരും പാവാ? നല്ല പാവാ. ആരെങ്കിലും മൈക്ക് തരാതിരുന്നിട്ടുണ്ടോ? ഇല്ല ഇതുവരെ തരാതില്ല. ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ കേറുമ്പോ മൈക്ക് തന്നില്ലെങ്കിലൊന്ന്? അല്ല വിചാരിച്ചാലും കുഴപ്പമൊന്നും, തന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? തന്നില്ലെങ്കിൽ എന്ത് കരഞ്ഞു വാങ്ങിക്കണം, അവിടെ ഇരിക്കണം, അങ്ങ് സ്റ്റേജിൽ എണീക്കരുത്. അങ്ങനെ വിചാരിച്ചിട്ടില്ല? അങ്ങനെയൊന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആരുടെ കൂടെ സ്റ്റേജ്? വേടന ഓക്കെ, അതല്ലാണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആരുടെ കൂടെ ആയിരുന്നു? വേറെ എല്ലാവരും കൂടി എനിക്ക് അങ്ങനെ പറയാൻ. ഒരാളെ പറയണം. സത്യം എനിക്ക് എല്ലാവരും. ഒരാളെ പറയാതെ ഇന്റർവ്യൂ മുന്നോട്ട് ഒന്നും പ്രശ്നമില്ല. ഫെജോ പക്ഷെ ഫെജോന്റെ കൂടെയുള്ള ആ വീഡിയോ അങ്ങനെ വൈറലായിട്ടില്ല. എന്താണ് ഫെജോ എന്നെ എന്ന് വെച്ചാൽ വേടന്റെ പരിപാടി അന്ന് തന്നെയായിരുന്നു ഫെജോയുടെ പരിപാടി. അപ്പം വേടന്റെ പരിപാടിയിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പുറത്തുനിന്ന് ഡാൻസ് കളിച്ചപ്പോൾ അവരൊക്കെ അങ്ങനെ വെച്ചാൽ കമ്മിറ്റിക്കാർ പറഞ്ഞു. അപ്പോൾ എന്താണ് ഫെജോ പറഞ്ഞ് എവിടെ ഹർഷിത ഒന്ന് ഡാൻസ് കളിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു തൊലിക്കട്ടി. എന്താ അല്ലേ? എന്നിട്ട് അത് ഏത് പാട്ടാ പാടി അവിടെ? അവിടെ ഞാൻ പാട്ടല്ല പാടിയ, ഞാൻ ഡാൻസ് കളിച്ചു. ഓക്കെ, അടിപൊളി. അപ്പോൾ വേടനം കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം ഫെജോ തന്നെയാണോ? അങ്ങനല്ല, ഞാൻ സ്റ്റേജ് കയറിയിട്ട് അങ്ങനെയാണ്. സ്റ്റേജ് കയറിയിട്ട് ആ പരിപാടി ഇഷ്ടപ്പെട്ടതാണ്. ഓക്കെ. എല്ലാവരും ഒരുപോലെ. അത് കൂടാതെ ഇപ്പോൾ വിധു പ്രതാപും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഭയങ്കര വൈറലായിരുന്നില്ലേ? ആ വീഡിയോ ഒന്ന് കാണിച്ചു തരട്ടെ. ഉത്തരം അറിയാമോ? എന്താണ് ചക്കരയുടെ പേരെന്താണ്? അർഷിത. ഉത്തരം അറിയാലോ? ഉറക്കെ പറഞ്ഞേ, എന്താണ് സിനിമയുടെ പേരെന്ന്? എല്ലാ സിനിമയും അറിയാം അപ്പൊ അല്ലേ? എല്ലാ സിനിമയൊന്നും അറിയില്ല. ആക്ട് ചെയ്യാൻ ഇഷ്ടമാണോ? ആക്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഞാൻ സബ്ജിലേക്ക് മോണാക്ട് ചെയ്തിരുന്നു. ആണോ? എന്നൊരു മോണാക്ട് കാണിക്കും. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം, എന്നാൽ മക്കളെ തല്ലരുതെന്നാണ് മറ്റൊരു പക്ഷം. കുറ്റം ചെയ്ത സ്വന്തം മകനെ ശാസിച്ചതിന് 16 മാസക്കാലം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന എല്ലാ മാതാപിതാക്കൾക്കും നോർവേ കോടതിയുടെ ഈ വിധി ശിക്ഷയോ അതോ ശിക്ഷണം? ബഹുമാനപ്പെട്ട കോടതിയോട് അങ്ങക്ക് വേണമെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലാം, എന്നാ ഞങ്ങളുടെ മകന്റെ ഭാവിയോർത്തെങ്കിലും അവന്റെ അമ്മയെങ്കിലും വെറുതെ വിട്ടുകൂടെ? No, this is not India. Now your son is
also the citizen of this country. അറിയാം, ഞാൻ അവൻ്റെ അച്ഛനായതുകൊണ്ടാ അവനെ ശാസിച്ചതും ശിക്ഷിച്ചതും. ഇവിടെ ഈ രാജ്യത്ത് അവനെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം ഈ രാജ്യത്തെ പോലീസിനു മാത്രം. അല്ല അല്ല, തീയും വെള്ളവും തിരിച്ചറിയാൻ പഠിപ്പിച്ച അവന്റെ അമ്മയാണ് ഞാൻ. അന്ന് അച്ഛന്റെ തല്ലുകൊണ്ടവൻ കരഞ്ഞപ്പോഴും വേദനിച്ചതും ഈ അമ്മയ്ക്ക് തന്നെയാ. അമ്മ, എല്ലാ അമ്മമാരും മക്കളെ ചൊല്ലി കരയണം. ഈ കോടതി അധികാരത്തിന്റെ ദുർഭൂതമാകുമ്പോൾ അമ്മമാരെല്ലാം ഭൂതപ്പാട്ടിലെ നങ്ങേലിമാരാകണം. എന്തെന്ന് കൊള്ളാം കേട്ടോ. ഓക്കെ, അപ്പോൾ പാട്ട്, പിന്നെ ഡാൻസ് കളിച്ചു, മോണാക്ട് ചെയ്തു, പിന്നെ എന്തായിരുന്നു അമ്മ പറയണ്ടായിരുന്നു വേറെ എന്തൊക്കെയോ കഴിവുകളുണ്ടെന്ന്. കവിത പറ. കവിത ചൊല്ലില്ലേ? ഒരു കവിതയും കൂടി ആയാലോ, നമുക്ക് എല്ലാം ആവാം. നമ്മളിന്നിവിടെ യൂത്ത് ഫെസ്റ്റിവൽ നടത്തും. ഇത് ഞാൻ പഠിക്കാൻ സാധ്യതയുണ്ട്. ഇയാളെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ വിനയം എന്താ? ഞാനെല്ലാം തെറ്റിക്കും എന്ന് പറഞ്ഞിട്ടെല്ലാം നന്നാക്കുന്ന. താൻ മറ്റേ കൊച്ചല്ലേ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എക്സാമിന് മാർക്ക് വാങ്ങിക്കുന്നത്? ആ വൈബാ. നമ്മുടെ ചോദിക്കും ഞാൻ പഠിക്കാറുണ്ടോ? സത്യം ഞാൻ പഠിക്കില്ല. കുറച്ച് എഴുതല്ലോ പഠിക്കുന്നു. നേരത്തെ പറഞ്ഞു പഠിക്കും. അതല്ല, എക്സാമിന് ഞാൻ ചിലപ്പോ അത്രയൊന്നും പഠിക്കില്ല. എന്നിട്ട് വെച്ചാൽ ഞാൻ പകുതി ദിവസം ലീവ് ആയിരിക്കും. കാരണം ഇങ്ങനെ പ്രോഗ്രാമൊക്കെ അതെ ബിസിയാണ്, അതുകൊണ്ട് ഞാൻ ലീവ് ആയിരിക്കും. അപ്പോൾ എനിക്ക് അത്ര സ്കൂളിൽ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ പോവും, പക്ഷേ പ്രോഗ്രാം ഉള്ള ദിവസങ്ങളൊന്നും എനിക്ക് അതിന് പോകാൻ പറ്റില്ല. പിന്നെ കലോത്സവമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അത്ര എന്ന് വെച്ചാൽ യൂണിറ്റ് പാഠങ്ങളൊന്നും അങ്ങനെ ഓർമ്മയില്ല ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോഴേക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് പഠിച്ചാലും തലേ കയറില്ല. പിന്നെ എങ്ങനെ എക്സാം എഴുതല്ലേ? അപ്പൊ എന്നിട്ട് ഞാൻ എക്സാം എഴുതും, പക്ഷെ മാർക്ക് കിട്ടില്ല. സ്വാഭാവികം, കുഴപ്പമില്ല. കിട്ടില്ല എന്നല്ല, ഉണ്ടാവും. ആ അടിപൊളി. എന്നാ പിന്നെ ഒരു കവിതയാവാം. ഇനിയിപ്പോ ഒരു കവിതയാവാം. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ. മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തി വീഴും ശിരോമണ്ഡലങ്ങളിൽ. അപ്പോഴും രാവണനുള്ളിലൊരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. ഓർമ്മകൾക്കുള്ളിൽ മണിച്ചിലമ്പും കെട്ടിയോടി നടക്കുന്നു പിന്നെയും മൈഥിലി. ഓർമ്മകൾക്കുള്ളിൽ മണിച്ചിലമ്പും കെട്ടിയോടി നടക്കുന്നു പിന്നെയും മൈഥിലി. പണ്ടു വനാന്ത വസന്ത നികുഞ്ചങ്ങൾ കണ്ടു നടന്ന മഥാലസ യൗവനം അന്നാദ്യമെത്തിപ്പിടിച്ചു കശക്കിയ മന്ദാര പുഷ്പത്തെ ഓർത്തുപോയി രാവണൻ. വേദവതിയെ മലർശരസായകം വേദനിപ്പിക്കാത്ത പൂജാമലരിനെ അന്നാക്രമിച്ചു
തളച്ചിടാനാകാത്ത തന്നഭിലാഷം മദഗജം മാതിരി കാറ്റിന്റെ കൈയിലിരുന്നു പകച്ചുപോയി കാട്ടിലില മരക്കിങ്ങിണിച്ചില്ലകൾ കണ്ണു നിറഞ്ഞു പോയി രാവണന് കണ്ണു നിറഞ്ഞു പോയി രാവണന് ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണു മൈഥിലി കണ്ണു നിറഞ്ഞു പോയി രാവണന് ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണു മൈഥിലി. എന്ത് ചിരിക്കണ? അയ്യോ, എനിക്ക് ഇഷ്ടമായിട്ട് ചിരിച്ചതാ സത്യമായിട്ടും. അല്ല അതൊക്കെ ഇങ്ങനെ അല്ല, അയ്യോ, അങ്ങനെയല്ല. ഇറക്കിയാണോ ഇതെന്താണത്? പറ്റില്ല, ഞാൻ കളിയാക്കി ചിരിച്ചത് തന്നെ. അയ്യോ അല്ല, സത്യമായിട്ട് നല്ല രസമുണ്ട്. ഞാൻ ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു ഇടയ്ക്ക്. അല്ലേ, അമ്മ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സത്യമായിട്ടും വേറെ വൈബായി പോയി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.